ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 4 വാക്യം. എല്ലാവരും തങ്ങളുടെ സമൃദ്ധി നല്ലൂ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. യേശുമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്. വിധവയുടെ കാണിക്കയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യേശുമ്പുരാനും ശിഷ്യന്മാരും യെരുശലേമിൻ്റെ ദേവാലയത്തിൻ്റെ ഇരിക്കുകയാണ്, ഭണ്ഡാര സ്ഥലത്തിരിക്കുകയാണ്. യെരുശലേം ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മുറ്റ് കഴിഞ്ഞ് 15 പടവുകളാണ്. 15 പടവുകൾ കഴിഞ്ഞ് അവർ ബേസ്, അവിടെയാണ് ഈ ഭണ്ഡാരപ്പെട്ടി ഇരിക്കുന്നത്. ഭണ്ഡാരപ്പെട്ടികളാണ്, 13 ഭണ്ഡാരപ്പെട്ടികളാണ്. ആ ഭണ്ഡാരപ്പെട്ടികൾ എന്ന് പറയുമ്പം അതിൻ്റെ ആ അടിവശം അല്ലെങ്കിൽ ആ പള്ള ഇങ്ങനെ വീർത്ത് മേപ്പോട്ട് ഒരു കവിള് അല്പം ഒട്ടി മേളിൽ പൈസ ഇടത്തക്കുള്ള ഹോളാണ്. അതായത് അതിന് ട്രംപത്ത് എന്നാണ് പറയുന്നത്, കാഹളം എന്നാണ് പറയുന്നത്. അതായത് കാഹളത്തിൻ്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് ട്രംപത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ 13 പെട്ടികളാണ്. അപ്പോൾ അവിടെ ഇതിനകത്ത് പൈസ നിക്ഷേപിക്കുന്നത് എത്രയാണെന്ന്, എത്ര ശേഖരാണെന്ന് അത് ഒരുമാതിരി വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണല്ലോ യേശുമ്പുരാന് വ്യക്തമായിട്ട് പറയുന്നത് ആ 2 ചെമ്പ് കാശ് അല്ലെ വെള്ളി ശേഖൽ ഇട്ടു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യേശുമ്പുരാൻ എടുത്തു പറയുന്നത്. അതുപോലെ യേശുമ്പുരാന് ആ പ്രദേശത്തുള്ള അവിടെയുള്ള ആൾക്കാരെ സ്റ്റാറ്റസിനെ കുറിച്ചും അറിയാം. അവരെങ്ങനെയുള്ളവരാണ്, ഏത് സ്ഥിതിയിലുള്ളവരാണ്, ധനികരാണോ ദരിദ്രരാണോ ഓരോരുത്തരെയും അറിയാം വ്യക്തിപരമായിട്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ യേശുമ്പുരാൻ പറയുന്നത് ധനികർ പലരും വിട്ടു, ധനികരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, ദരിദ്രരെ തിരിച്ചറിയാൻ പറ്റുന്നു, ആരെങ്ങനെയുള്ളവരാണെന്ന് അറിയാം. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വിചാരിക്കാം, യേശു ദൈവമാണ്, നമ്മുടെ സ്ഥിതികളെ, നമ്മുടെ എന്തവസ്ഥയാണോ അതറിയുന്നതാണ് ദൈവം. അതുകൊണ്ടാണ് ദൈവം അറിയുന്നത്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നതും ഭണ്ഡാര സ്ഥലത്ത് എല്ലാവർക്കും കയറി വരാവുന്ന സ്ഥലമാണ്. യെരുശലേം ദേവാലയത്തിൽ എല്ലാവർക്കും എവിടെയും എല്ലാവർക്കും കയറി പറ്റത്തില്ല. അതായത് വിജാതികർക്ക് ഒരു സ്ഥാനമുണ്ട്, എവിടെ വരാമെന്നുണ്ട്. അത് കഴിഞ്ഞ് സ്ത്രീകൾക്ക് കോർട്ട് ഓഫ് വിമൺ എന്ന് പറഞ്ഞ സ്ഥാനം തന്നെയുണ്ട്. എന്നാലേ ഭണ്ഡാര സ്ഥലത്ത് അശുദ്ധി അല്ലാത്ത എല്ലാവർക്കും വരാം. അതുകൊണ്ട് ഭണ്ഡാര വഴിപാടുന്നവർക്ക്. അപ്പോൾ ഇവിടെ യേശുമ്പുരാൻ കാണുകയാണ് വഴിപാടിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവിടെ ധനികരായിട്ടുള്ളവർ ഒരുപാട് പേര് പൈസ ഇടുന്നു. എന്നാൽ ഈ ദരിദ്രരായ വിധവ പൈസ ഇടുന്നത് 2 കാശാണ്. എന്നിട്ട് പറയുകയാണ് തൻ്റെ ഉപജീവനമാർഗമൊക്കെ ആ ദരിദ്രാവസ്ഥയിൽ നിന്ന്, അവരുടെ ഇല്ലായ്മയിൽ നിന്നെല്ലാം ഇട്ടിരിക്കുന്നു. അതൊരു പ്രശംസനീയമായ കാര്യമാണ്. എന്നാൽ നമുക്ക് യേശുമ്പുരാന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ യേശുമ്പുരാൻ അതിന് മുമ്പ് ഈ മതനേതാക്കളൊക്കെ വിമർശിച്ച് കഴിഞ്ഞ് തലപൊക്കി നോക്കുമ്പോഴാണ് ഈ വഴിപാട് ഇടുന്നത് കാണുന്നത്. അപ്പോഴാണ് യേശുമ്പുരാൻ പറയുന്നത്, അതായത് ഈ സ്ത്രീ എന്ത് കാരണത്താലാണ്, ഒരു പ്രചോദനം വേണമല്ലോ ഇടാൻ, അല്ലെങ്കിൽ ഒരു പൈസ ഇങ്ങനെ വഴിപാട് മൊത്തം ഇടാനായിട്ട്, സ്വന്തം തൻ്റെ സ്വത്ത് മൊത്തം ഇടാനായിട്ട് ഒരു പ്രചോദനം വേണമല്ലോ. ആ പ്രചോദനം എന്തായിരിക്കും? അത് നമുക്കറിയാം. ഇന്നത്തെയൊക്കെ സാഹചര്യത്തിൽ ഒരു അനുഭവ സാക്ഷ്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നതായിരിക്കാം, ഇങ്ങനെ ദൈവത്തിന് സമർപ്പിക്കാൻ കിട്ടുമെന്ന്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ ഈ വിധവയായ സ്ത്രീ ഇങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ 20 ലൂക്കോസിൻ്റെ സുവിശേഷം 20 അധ്യായത്തിൻ്റെ 47 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും. ന്യായശാസ്ത്രിമാരെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, യേശുമ്പുരാൻ്റെ കാലത്ത് 3 തരം മത നേതാക്കന്മാരുണ്ടായിരുന്നത്. ഒന്ന് ഈ ന്യായശാസ്ത്രിമാരാണ്. എസ്രാ ശാസ്ത്രിയുടെ പിൻഗാമികളാണ്. അവർ ന്യായശാസ്ത്രം, ന്യായപ്രമാണം പഠിപ്പിക്കുകയും നിയമം പഠിപ്പിക്കുകയും അതുപോലെ പാലിക്കുകയും ചെയ്യുന്നവരാണ്. അതായത് നിയമജ്ഞരാണ് ഇവർ. അപ്പോൾ ഇവർക്ക് വലിയ മുഖ്യമായ സ്ഥാനമാണ് ഈ സമൂഹത്തിലൊക്കെ. എവിടെ ചെന്നാലും പ്രത്യേകമായ സ്ഥാനമുണ്ട് അവർക്ക് വിരുന്നുശാലയിലൊക്കെ പ്രത്യേക സ്ഥാനമുണ്ട്, വലിയ നിലയങ്കിയുണ്ട്. എവിടെ ചെന്നാലും അവർക്ക് വലിയൊരു സ്ഥാനം, സമൂഹം ഉന്നതമായ സ്ഥാനമാണ്. രണ്ടാമത്തെ ഒരു ഭാഗം ആൾക്കാരാണ് ഈ പരീശന്മാരെന്ന് പറയുന്നത് ഈ ന്യായശാസ്ത്രിമാരിൽ നിന്നും ന്യായപ്രമാണമൊക്കെ പഠിച്ച് അത് അതേപടി അനുസരിക്കാൻ വ്രതമെടുത്ത ഒരു സന്യാസി സമൂഹമാണ്. അവർക്കാണെങ്കിൽ ഈ പുനരുത്ഥാനത്തിൽ വിശ്വാസമുണ്ട്, മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് പരീശന്മാർ. അത് കഴിഞ്ഞാണ് സാദൂക്യർ വരുന്നത്. സാദൂക്യരെന്ന് പറയുന്നത് ഈ ദാവീദ് രാജാവിൻ്റെയും ശലോമോൻ രാജാവിൻ്റെയും ഒക്കെ കാലത്ത് രാജകൊട്ടാരത്തിൽ സാദൂക്ക് പുരോഹിതൻ ഉണ്ടായിരുന്നു. ആ പുരോഹിതൻ്റെ പിൻഗാമികളാണ് ഈ സാദൂക്യർ. അപ്പോൾ ഇവരെന്ന് പറയുന്നത്
പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ല. അതുപോലെ എവരിൽ നിന്നാണ് മഹാപുരോഹിതന്മാരെയും പുരോഹിതരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈ 3 വിഭാഗം ആൾക്കാരാണ്. ഈ 3 വിഭാഗം ആൾക്കാരും ഈ വിശ്വാസികളെ അല്ലെങ്കിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. കാരണം ഇവർ ഭണ്ഡാരത്തിൽ വിടുന്ന പൈസ മൊത്തം യെരുശലേം ദേവാലയത്തിലേക്കല്ല പോകുന്നത്. അതിൻ്റെ ഭൂരിഭാഗവും സിംഹഭാഗവും ഇവരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്, ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഭണ്ഡാരത്തിൽ വഴിപാടിടാൻ ഇവരിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദീർഘമായി ഉപായരൂപേണ പ്രാർത്ഥിക്കുകയാണ്. ഈ വിധവമാരുടെയും ഈ പാവങ്ങളുടെയും ഒക്കെ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പൊള്ളയായ വാഗ്ദാനമാണ്, കപട വാഗ്ദാനമാണ്, അവർ പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശുമ്പുരാന് പലപ്പോഴും ഇങ്ങനെ വിമർശിക്കുന്നത്, ഇവരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവരുടെ ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കണം, പക്ഷേ അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. കാരണം ഇവരാരും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. ഇവർ സാധുക്കളെ സഹായിക്കുന്നില്ല, അനാഥരെ ചേർത്ത് നിർത്തുന്നില്ല. ഇവർക്ക് പ്രത്യേകമായി അവരുടെ ഒരു സ്ഥാനമാണ്, അവരുടെ ആ പൊങ്ങച്ചമാണ് കാണിക്കുന്നത്. അതായത് ഇവരുടെ മന്ത്രപ്പെട്ട, അതായത് ഇവരുടെ തൊങ്ങലെന്ന് പറയുന്ന ഓരോ തൊങ്ങൽ വരുമ്പോഴും ഇവർ ഒന്നുകൂടെ ഒരു അലങ്കാരം പോലാണ്, ഇവർ ഒന്നുകൂടെ പഠിച്ചു എന്നുള്ള ചിഹ്നമാണ്. ഓരോ തൊങ്ങലും ഇങ്ങനെ കൂടുമ്പോൾ ഇവരുടെ ആ നേരിയതിലൊക്കെ ഓരോ തൊങ്ങൽ കൂടുമ്പോൾ, മേൽമുണ്ടയിലൊക്കെ തൊങ്ങൽ കൂടുമ്പം ഇവർ പിന്നെയും വിദ്യാഭ്യാസം കൂടിയെന്നുള്ള, ന്യായശാസ്ത്രം ഒന്നുകൂടെ പഠിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള പൊങ്ങച്ചമാണ് ഇവർ കാണിക്കുന്നത്, അവർ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നത്. അപ്പം അവരെ സൂക്ഷിക്കണമെന്ന് കഥ പറയുന്നത്. ഇതുപോലെ ഇവിടെ ഈ ന്യായശാസ്ത്രിമാരും ഇവരൊക്കെ കൂടി പാവങ്ങളെ പിരിയുകയാണ്, അവരെ കൊണ്ട് നിർബന്ധിക്കുകയാണ് പൈസ ഇടാൻ. അത് കപടമാണ്. നിങ്ങൾ ഇത്രയും നിങ്ങളുടെ മൊത്തം പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം വരും, നിങ്ങളുടെ ജീവിതത്തിന്മാർ മാറും, വിധവമാരോട് പറയുവാണ്, പാവങ്ങളോട് പറയുവാണ്. അങ്ങനെ അവരുടെ പൈസ ഈ ഭണ്ഡാരത്തിൽ വരണം. അതിനുവേണ്ടി നിയമം അല്ലെങ്കിൽ കപ്പം അല്ലെങ്കിൽ നികുതി കൊടുപ്പിക്കണം, അതുകൊണ്ട് നിർബന്ധിച്ച് കൊടുക്കാൻ. അപ്പോൾ അവർക്ക് അവരുടെ ആ നിർബന്ധത്തിന് വഴങ്ങിയാണ്, അവരുടെ ആ ഉപായപൂർണ പ്രാർത്ഥന അതിൽ വിശ്വസിച്ചാണ്, അവരുടെ പൊള്ളയായ വാഗ്ദാനത്തിൽ വീണുകൊണ്ടാണ് ഈ സ്ത്രീ ഇവിടെ പൈസ ഇടുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും ഈ ലോകത്തിലും ഈ വിധവയുടെ കാണിക്കയെ വെച്ചുകൊണ്ടാണ് പണം പിരിക്കുന്നത്. ഏത് മതമായിക്കോട്ടെ, അത് ക്രിസ്തു മതമായിക്കോട്ടെ, ഹിന്ദു മതമായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, അവിടെ എല്ലാം പൈസ പണപ്പിരിവ് നടത്തുന്നത് ഈ വിധവയുടെ ചില്ലിക്കാശിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഈ വിധവയെ ഇങ്ങനെ പറ്റിച്ചതുപോലെ ന്യായശാസ്ത്രിമാരും ഒക്കെ പറഞ്ഞ ഉപകാരമാണ് പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാം. ചില ആരാധനകളിലൊക്കെ നിങ്ങൾ അവിടെ ഇടാൻ ഇത്രയും ഇതിട്, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് കിട്ടും, നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടും, അങ്ങനെ ഓരോ പൊള്ളയായ വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അവിടെ പൈസ ഇടണം. ആ പൈസ ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് വേറെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം ഇങ്ങനെ ഇടുമ്പോൾ ഈ പൈസ കൊണ്ട്, ഈ ഭണ്ഡാരത്തിൽ വീഴുന്ന പൈസ കൊണ്ട് ഇന്നും പൈസ പിരിക്കുന്നത് ഈ പൈസ കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ഈ ഒക്കെ പൈസ, നമ്മുടെ ഈ ദരിദ്രരായ ചില്ലിക്കാശ് എന്ന് പറയുമ്പം നമ്മുടെ ഈ ഭണ്ഡാരപ്പെട്ടി വീഴുന്ന പൈസ ഒക്കെ, ഈ പൈസ ഒക്കെ ഈ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയുടെ നിർമ്മാണത്തിനോ ഏതെങ്കിലും പള്ളിയുടെ ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ഈ വിധവയുടെ പേരവിടെ പരാമർശിക്കപ്പെടുന്നുണ്ടോ, പേരെടുത്ത് പറയുന്നുണ്ടോ, അതോ വലിയ വലിയ തുക കൊടുക്കുന്നവരുടെ വലിയ ധനികരുടെ മാത്രമേ പറയുന്നുള്ളൂ? അത് നമുക്കൊന്ന് കാണേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയാം, ഒരു ഉദാഹരണം പറയാം, 5 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരാൾ, അല്ലെങ്കിൽ ദാമ്പത്യ ശേഷി ഒരു മാസം വരുമാനമുള്ള ഒരാൾ 1 ലക്ഷം രൂപ കൊടുക്കുന്നതിരിക്കട്ടെ. അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരന് അവൻ്റെ ഒരു മാസത്തെ വരുമാനം 20,000 രൂപ ആയിരിക്കും. അതിനകത്ത് 10,000 രൂപ കൊടുക്കുക, പകുതിയും കൊടുക്കുകയാണ്. ഇതിലേതാണ് തുലനം ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ തുക? പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ആ 1 ലക്ഷം രൂപയായിരിക്കും, പക്ഷേ അവരുടെ ആസ്തിയിൽ നിന്ന് എത്രയുമാണ് കൊടുത്തത്? ഇവിടെ 20,000 രൂപ. ഇതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നിർദ്ധനായ കുടുംബത്തിൽ നിന്നൊക്കെ നേഴ്സിങ്ങിനൊക്കെ പോയി 10,000-10,000 രൂപ കിട്ടും, അതിൻ്റെ അകത്ത് 5,000 കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ വലിയൊരു തുകയായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേങ്കിൽ ദൈവമുമ്പാകെ സ്വീകാര്യമാണ്. ഒരുപക്ഷെ ഇത് ഇവിടെ പരാമർശിക്കപ്പെടുന്നില്ലായിരിക്കും. ഒന്നതാണ്. രണ്ടാമത്, ഈ പൈസ, ഭണ്ഡാരത്തിൽ വീഴുന്ന പൈസ ഒക്കെ ദൈവികമായ വേലയ്ക്ക് വേണ്ടിയാണോ പോകുന്നത്, അതോ വലിയ ആഡംബരങ്ങൾക്കോ പൊങ്ങച്ചങ്ങൾക്കോ വേണ്ടിയാണോ ചിലവഴിക്കുന്നത്? ഈ ഇടവകളിലെ തലങ്ങളിലൊക്കെ ചോർന്നൊലിച്ച് കഴിയുന്ന വീട്ടുകാരുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാതെ വലയുന്ന ആൾക്കാരുണ്ട്, മാതാപിതാക്കളുടെ ഡയാലിസിസിന് വേണ്ടി പൈസ ഇല്ലാത്തതുകൊണ്ട് അതിനൊക്കെ വേണം ചിലവഴിക്കുക. അതിനൊക്കെ ചിലവഴിക്കുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ ഈ പള്ളിയിലെ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ വലിയ ആഡംബരങ്ങൾക്കോ വലിയ കുടിമരം സ്വർണം പൂശിനൊക്കെ പെട്ടെന്ന് പൈസ ചിലവഴിക്കുക. എന്നാൽ ഒരു വീട് ഒന്ന് ആർക്കെങ്കിലും പണിത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കമ്മിറ്റിയിലും പൊതുയോഗത്തിലും ഭയങ്കര പ്രയാസമാണ്. അത് പക്ഷേ 1-2 ലക്ഷം രൂപ സാങ്ഷൻ ആയാൽ തന്നെ ആ പൈസ കൊണ്ട് ചിലപ്പോൾ പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അവിടെ നിലയ്ക്കും ആ വീട്ടിലായിരിക്കും അവർ കഴിയുന്നത്. അവിടെ
കഥ വിട്ട് കാണത്തില്ല, നിലം വിട്ട് കാണത്തില്ല, ഒന്നും വിട്ട് കാണത്തില്ല. പിന്നെ അവർ അതേപോലെ തന്നെ കിടക്കുക. ആ പൂർത്തിയാകാത്ത വീട്ടിലായിരിക്കും കിടക്കുന്നത്. എന്നാൽ നമ്മുടെ പള്ളികളിലൊക്കെ ഏതെങ്കിലും ഒരു സ്മാരകമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിർമ്മിക്കണമെങ്കിൽ 10 ലക്ഷം രൂപയായിരിക്കും എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ അത് 20 ലക്ഷമായാലും 25 ലക്ഷം രൂപ ആയാലും അത് ഒരു മടിയുമില്ലാതെ കമ്മിറ്റിയും പൊതുയോഗവും ഒക്കെ സാങ്ഷനാക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ദൈവീയ വേലയ്ക്ക് വേണ്ടി കൂടെ ഈ പൈസ ചിലവാക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വിധവയുടെ ചില്ലിക്കാശ് എന്ന് പറയുമ്പം ഈ വിധവയുടെ ചില്ലിക്കാശും എവിടെയെങ്കിലും പരാമർശിക്കപ്പെടുന്നുണ്ടോ എന്നാണ്. പിന്നെ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ ഒരു പള്ളിയിൽ പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇടവ മെത്രാപ്പോലീത്ത തിരുമേനി പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് അവിടെ ആൾക്കാർ ഒരു പെട്ടെന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു, ഹ്രസ്വമായ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ സമ്മാനദാന ചടങ്ങാണ്, അതായത് നല്ല പ്രവൃത്തി ചെയ്തവരെ ആദരിക്കുകയാണ്. അപ്പം അങ്ങനെ ക്രിസ്മസ് കരോളിന് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്തവർ, ആദ്യഫലത്തിന് കൂടുതൽ സാധനങ്ങൾ കൊടുത്തവർ, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആദ്യഫലത്തിന് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കൊടുത്ത ഒരാളിന് സമ്മാനം കൊടുക്കേണ്ടത്. മിക്കവാറും ആ അച്ചായൻ തന്നെയാണ് എല്ലാ പ്രാവശ്യവും സമ്മാനം വാങ്ങിക്കുന്നത്. ഒരു വ്യവസായ പ്രമുഖനാണ്. പിന്നെ ആശുപത്രികൾ, തിയേറ്ററുകൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, കോളേജിലെല്ലാം ഉള്ള ഒരാളാണ്. അതുപോലെ വലിയ റിയൽ എസ്റ്റേറ്റ്, ബാങ്ക് എല്ലാം ഉള്ള ആൾ. അപ്പോൾ അദ്ദേഹമാണ് മിക്കവാറും ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അപ്രാവശ്യവും ഇദ്ദേഹത്തിന് കിട്ടുവാണ്. ഇദ്ദേഹം ആ ട്രോഫി, എവറോളിൻ ട്രോഫി വാങ്ങിച്ചുകൊണ്ട് തിരുമേനിയോട് ഒന്ന് ഫോട്ടോ എടുക്കാൻ തിരുമേനി തന്നെ ചേർത്ത് നിർത്തി പടിഞ്ഞാറോട്ട് എല്ലാവരും കാണുക ട്രോഫി പിടിച്ചാണ് ഫോട്ടോ എടുത്തു. എന്നിട്ട് ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം തൻ്റെ യഥാസ്ഥാനത്തെ പോവുകയാണ്. ഈ ട്രോഫിയും കൂടി ഇങ്ങനെ പോകുമ്പോഴേ, പിടിച്ചുകൊണ്ട് പോകുമ്പോഴേ മുകളിൽ ശക്തമായ കാറ്റാണ്, ഫാനിൻ്റെ കാറ്റിൽ ഈ ട്രോഫിയുടെ 2 കവളിലും ബന്ധിപ്പിച്ചിരുന്ന ഒരു നല്ല മനോഹരമായ റോസ് നിറത്തിലുള്ള ഒരു റിബണുണ്ട്. ആ റിബൺ ഈ കാറ്റുകൊണ്ട്, ഫാനിൻ്റെ കാറ്റുകൊണ്ട് അഴിഞ്ഞു പോയിട്ട് ഇതിങ്ങനെ ചെറിയ പറന്ന് പള്ളിക്കുള്ളിൽ ഇങ്ങനെ കറങ്ങി ഇത് ചെന്ന് വീഴുന്നത് ഈ നടുവിൽ ആ തൂക്കുവിളക്കിൻ്റെ അടുത്ത് ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. ചട്ടയും മുണ്ടും നീരിട്ടൊരു 76 വയസ്സുള്ള ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. ആ അമ്മച്ചിയുടെ കഴുത്തിൽ ആരോ മനഃപൂർവ്വം ഹാരം അണിയിക്കുന്ന പോലെ ഈ റിബൺ ചെന്ന് വീഴുക. ഈ വീഴുന്നത് അവിടെ നിന്ന തിരുമേനിയോ അല്ലെങ്കിൽ മറ്റ് സംഘാടകരോ അച്ഛനോ ആരും ശ്രദ്ധിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചവരും തന്നെ വലിയ പ്രാധാന്യവും കൊടുത്ത് കാണത്തില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ ആ അമ്മച്ചി ഒരു സ്വരം കേട്ടു. ആ അമ്മച്ചി ഒരു സ്വരം കേട്ട് കാണും. ആ സ്വരം ഇങ്ങനെയായിരിക്കാം: ഇവളിലും ഉള്ള വഴിപാട് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവളെൻ്റെ പ്രിയപുത്രി, ഇവളിലും ഉള്ള വഴിപാടിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവീയ ശബ്ദം കേട്ടിരിക്കാം. കാരണം ആ പ്രാവശ്യം ആദ്യഫലം കൊടുക്കാനായിട്ട് ഈ അമ്മച്ചിക്ക് ഒന്നുമില്ല. ഈ അമ്മച്ചി ഒരു വിധവയാണ്. ഈ അമ്മച്ചി 4 സെൻറ്റ് സ്ഥലത്തിൽ ചെറിയൊരു ഓടിട്ട വീട്ടിൽ താമസിക്കുന്ന അമ്മച്ചിയാണ്. ഈ അമ്മച്ചി പശുക്കറ കൊണ്ടാണ് ജീവിക്കുന്നത്. ആ അമ്മച്ചിക്ക് ആദ്യഫലം എല്ലാ പ്രാവശ്യം പാലാണ് കൊടുക്കുന്നത്. ആ പ്രാവശ്യം പശുവിൻ്റെ കറവ് പറ്റി പൈസ ഒന്നും ഇല്ലാതിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അമ്മച്ചി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പശുക്കിടാവിനെ തന്നെ കൊടുക്കുകയാണ് ആദ്യപരമായിട്ട്. ആ തൻ്റെ ഉപജീവനമാർഗ്ഗം മൊത്തം കൊടുക്കുകയാണ്. അതാരും കണ്ടില്ല. നമ്മുടെ ആ അച്ചായനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ അമ്മച്ചിയുടെ ഉപജീവനമാർഗ്ഗം മൊത്തം കൊടുക്കുകയാണ്. അത് ദൈവമുമ്പാകെ സ്വീകാര്യം. ഒരുപക്ഷെങ്കിൽ ഈ മതനേതാക്കളോ മതനേതൃത്വമോ ഒന്നും സ്വീകരിച്ചില്ലെങ്കിലും ദൈവമുമ്പാകെ സ്വീകാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും ദൈവമുമ്പാകെ സ്വീകാര്യമാണ്. ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിലെ ആൾക്കാർ സ്വീകരിച്ചില്ലെങ്കിലും. അതുപോലെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ യേശുമ്പരാൻ വേണേ ആ വിധവയായ സ്ത്രീയെ, ദരിദ്രയായ സ്ത്രീയെ സമ്പന്നയാക്കാമായിരുന്നു. ഒരു വാക്കുകൊണ്ട് പോലും അത് എത്രയോ പേരുടെ മനസ്സലിഞ്ഞ് സൗഖ്യമാക്കിയതാണ് കർത്താവ്. പക്ഷേ അതായത് അസാധ്യങ്ങളെ സാധ്യമാക്കേണ്ട കർത്താവ് ഒരു വാക്കുകൊണ്ട്. എന്നാൽ ഈ സ്ത്രീയെ ഈ യേശുമ്പരാൻ ധനികയാക്കുന്നില്ല, പണക്കാരിയാക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവർ ഓൾറെഡി സമ്പന്നയാണ്. എന്ന് പറഞ്ഞാൽ ആരോഗ്യം കൊണ്ട് അവർ സമ്പന്നയാണ്. ഈ അമ്മച്ചിയെ പോലെ ഈ അമ്മച്ചി നിലത്താണ് ഇരിക്കുന്നത്, നല്ല ആരോഗ്യമുണ്ട്. ആ ആരോഗ്യം ഒരു സമ്പത്താണ്. അല്ലെങ്കിൽ ഈ അമ്മച്ചിയുടെ മുഖത്ത് സ്പിക്കുന്ന പുഞ്ചിരി അതൊരു സിദ്ധമാണ്, അത് സമ്പത്താണ്. അല്ലെങ്കിൽ ഈ അമ്മച്ചിയുടെ സൗഹൃദ വലയം, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു ഈ എല്ലാം കൊടുക്കാനുള്ള ഒരു മനസ്സ്, ഇതെല്ലാം അമ്മച്ചിയുടെ സമ്പന്നതയാണ്. നമ്മളൊക്കെ ചിന്തിക്കും ഈ ലോകത്തിൽ സമ്പന്നതയെന്ന് പറയുന്നത് വലിയ വലിയ ബാങ്ക് ബാലൻസ്, വലിയ വലിയ റിയൽ എസ്റ്റേറ്റ്, വലിയ വലിയ കാറുകൾ, വലിയ വലിയ സൗധങ്ങളിൽ ജീവിക്കുന്നതാണ്. അതിനേക്കാളൊക്കെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ. ദൈവികമായ അനുഭവത്തിൽ
പരിഹാസയുടെ ഇരിപ്പിടത്തിയിരിക്കാതെ, ദുഷ്ടന്മാരുടെ ഇരിപ്പിടത്തിയിരിക്കാതെ ന്യായപ്രമാണം പ്രമാണിച്ച് അവനെ ആദരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അതുപോലത്തെ ഒരു അനുഭവത്തിലേക്ക് കൊടുക്കാനുള്ള മനസ്സോടെ, നല്ല പുഞ്ചിരിയോടെ, ആരോഗ്യത്തോടെ, ദിവ്യ സമാധാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും.